സ്റ്റിൽ ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ തുറക്കാൻ പോകുന്നൊരു സാഹചര്യത്തിൽ പല താരങ്ങളുടെയും മൂവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിടവാങ്ങൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിലവിൽ എയറിലുള്ളത്. എന്താണെങ്കിലും ഹാവി ഹെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ISL എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു മിഡ്ഫീൽഡറായിട്ടുള്ള താരം. ലാസ്റ്റ് സീസൺ ജംഷഡ്പൂർ FC നല്ല പെർഫോമൻസ് കളിച്ചിട്ടുള്ളൊരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മൂവിനെ പറ്റി ഇപ്പോൾ 90 സ്റ്റോപ്പേജിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. CFC ആ ഒരു റേസിലുണ്ട്, എന്നാൽ കട്ട കോമ്പറ്റീറ്ററായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒപ്പമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ജൂൺ ആകുമ്പോഴത്തേക്ക് 36 വയസ്സൊക്കെ ആകുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും കോൺട്രിബ്യൂഷൻസ് വൈസ് ആണെങ്കിലും ഒക്കെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്ന പ്ലെയറാണ്. ഇപ്പം ജംഷഡ്പൂർ FC ലാസ്റ്റ് സീസണിൽ മിഡ്ഫീൽഡിലെ ഒരു മാസ്ട്രോ തന്നെയായിരുന്നു. 9 ഗോളും 3 അസിസ്റ്റുമാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം ISL വിവിധ ക്ലബ്ബുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ്. ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്നതിനപ്പുറത്തേക്ക് മിഡ്ഫീൽഡിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മാസ്ട്രോ എന്ന നിലയിൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് എഞ്ചിൻ എന്ന നിലയ്ക്കൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ഹാവി. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ പിക്ക് ചെയ്യുന്ന സാഹചര്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ടീമായിട്ട് വരെ പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലത്തെ പ്ലേയേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ കൂടിയൊക്കെ ഒരു അഡീഷൻസ് വന്നു കഴിഞ്ഞാൽ മതി. എന്താണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. പാൽഗുനി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 30 വയസ്സുകാരനായിട്ടുള്ള മിഡ്ഫീൽഡറായിട്ടുള്ള താരം ക്ലബ്ബ് വിടുകയാണ്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ, അങ്ങനെ ഡിഫറൻറ്റ് റോൾസിലൊക്കെ കളിച്ച ഒരു പ്ലെയറാണ്. ഈ സീസണിൽ ഒട്ടും തന്നെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ആകപ്പാട് 4 മാച്ചസ്, അതിൽ 188 മിനിറ്റ്സോ മറ്റുമാണ് കളിച്ചിട്ടുള്ളത്. ലാസ്റ്റ് സീസണിൽ 20ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. ഇത്തവണ മായക്കണ്ണനൊക്കെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഒരു ഗെയിം ടൈമൊക്കെ കിട്ടുന്ന ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ബിപിൻ സിംഗ് മുംബൈ സിറ്റി FC നിന്ന് ഒടുവിൽ വേർപിരിയുന്നു എന്നുള്ളതാണ്. ഏറെ നാളുകളായിട്ട് ഇപ്പോൾ KBC ആയിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്നൊരു പേരാണ്. എന്താണെങ്കിലും ഇപ്പോൾ ആ ഒരു ലിങ്ക് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈസ്റ്റ് ബംഗാളും ഒക്കെ ആയിട്ടാണ് ബിപിൻ്റെ പേര് ഉയർന്ന് കേൾക്കുന്നത്. എന്താണെങ്കിലും താരം മുംബൈ സിറ്റി FC ആയിട്ട് വേർപിരിയുന്നു. അവർ 29 നമ്പർ ജേഴ്സി റിട്ടയർ ചെയ്യുന്നു. മുംബൈ സിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. കഴിഞ്ഞ സീസണുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബിപിൻ സിംഗ് എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ലാണ്ട് തന്നെ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ 90 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയുടെ ഒരു ട്വീറ്റ് കണ്ടാണ് ഇപ്പം മെഹ്താബ് സിംഗുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മെഹ്താബ് സിംഗ് മിക്കവാറും മോഹൻ ബഗാനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കാര്യമാണ്. എന്നാൽ അദ്ദേഹം മുംബൈ സിറ്റി FC തുടരാനുള്ള സാധ്യതകളാണ് കൂടുതലെന്നുള്ളത്. ഇപ്പോൾ 2026 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ഹൈ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം മുംബൈ സിറ്റി FCയും മെഹ്താബും ഒക്കെ ആയിട്ട് നല്ലൊരു നിലയിലാണല്ലോ. അപ്പം അടുത്ത വർഷത്തേക്കുള്ള ഒരു പുതിയ ഡീലിലേക്ക് എത്തുമ്പോഴത്തേക്കും വലിയ കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ മിക്കവാറും താരം ഇവിടെ തുടരാൻ, അതായത് മുംബൈ സിറ്റി FC തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ള ഒരു നിലയ്ക്കാണ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പം എന്താണെങ്കിലും മോഹൻ ബഗാൻ ഇനി അവരുടെ ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും വേറെ ഓപ്ഷൻസിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ആരെയായിരിക്കും ഇനി പിക്ക് ചെയ്യാൻ പോകുക എന്നൊക്കെ ഉള്ളതും നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇക്കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ.